ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മൾ ദർബാർ ഹാളിലേക്ക് ഒന്ന് നയാഗ്ര വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നയാഗ്ര വാട്ടർഫോൾ നമ്മൾ കേരളത്തിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നയാഗ്ര വാട്ടർഫോൾ. ഇതിന്റെ അടുത്ത് പോയി നിൽക്കാനൊക്കെ നല്ല രസമാണ്. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു വെള്ളത്തിൽ നമുക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണതാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കണതാണ്. പിന്നെ ആദ്യത്തെ ആസ്വദിച്ചപ്പോൾ കുറേ നേരം കളഞ്ഞ് കുറേ നേരം സമയം എടുത്ത് നല്ല രസമായിരുന്നു അത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടും നല്ല അവിടെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. നല്ല വെള്ളമൊക്കെ അടിച്ചിട്ട് നല്ല സുഖമായിരുന്നു. ഈ ചൂടത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും മസ്റ്റായിട്ട് പോകണം. അതിന് നല്ല തണുപ്പാണ്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫണ്ണാണ് നമ്മൾ ഫാമിലിയായിട്ട് ഫണ്ണായി. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അപ്പുറത്ത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ഞാനും എൻ്റെ വാപ്പയൊക്കെ വെള്ളത്തിലിറങ്ങി. ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. എല്ലാവരും ഡ്രസ്സ് കൊണ്ടുവരണം. പിന്നെ പൊളിയായിരുന്നു. ആ റെഡ് വഴിയിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് റെഡ് വരീൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ലെന്നാണ് റൂള്. പിന്നെ ഞങ്ങളുടെ കുറെ എൻജോയ്മെന്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്കൊന്ന് ആ നയാഗ്ര വാട്ടർഫോൾ കാണാൻ തോന്നി. പിന്നെയും കുറച്ചു നേരം അവിടെ തന്നെ കണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി 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 കുറേ സമയം പോയി. നല്ല സുഖമായിരുന്നു അവിടെ. നല്ല സുഖം പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പോകാൻ തോന്നുന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ കുറേ നേരം നിന്ന് കപ്പലണ്ടി വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് കപ്പലണ്ടി വാങ്ങിച്ച് മറ്റേ ഐസ്ക്രീം വാങ്ങിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുത്തെ നയാഗ്ര വാട്ടർഫോളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഫണ്ണാവാൻ വേണ്ടി റൈഡിലൊക്കെ കയറി. ഈ റൈഡിന് എന്തോ 120 രൂപയെന്ന് തോന്നുന്നത്. ഇത് പൊളി റൈഡായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ച് അത്രയും പേടിയൊന്നും ആവൂല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റേ ഇതില്ല അവിടെ മുട്ടാൻ പോലെ തോന്നും നമുക്ക്. അത് അത്ര പേടി ഉണ്ടായുള്ളൂ. ഇവിടെയൊക്കെ മുട്ടാൻ വന്ന പോലെ തോന്നും. അത്ര പേടി ഉണ്ടായുള്ളൂ. പിന്നെ ഇതൊക്കെ പൊളിയായിരുന്നു. പിന്നെ ആസ്വദിച്ച് ഞങ്ങൾ ഇരുന്ന് അങ്ങനെ കുറേ നേരം പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു തെരുത്തുണ്ടായി. ഇതിന് 100 രൂപയുള്ളൂ കേട്ടോ. ഇത് കുറേ നേരം ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. എല്ലാരും കേറിക്കോ. പക്ഷെ കുറച്ചുകൂടി ഡേഞ്ചറാന്ന് തോന്നുന്നു. ഇതൊക്കെ മുട്ടാൻ പോലെ തോന്നുന്നു നമുക്ക്. ശരിക്കും വല്ല മിസ്റ്റേക്ക് കൊണ്ടാണ് മുട്ടാൻ പോണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വഞ്ചി കയറി. വഞ്ചിയിൽ ആദ്യമായിട്ട് അറ്റത്തിരിക്കണം. ഏറ്റവും അറ്റത്ത് ഞാൻ ഇരുന്ന്. ഓ മോനെ, എന്ത് പേടിയായിരുന്നെന്ന് അറിയോ. ഇതിന് 120 രൂപയാണ്. നമ്മ ജീവൻ കളഞ്ഞിട്ട് കയറണവരെയാണ്. ഞങ്ങളൊക്കെ പേടിച്ചിരിക്കണാണ്. ഞാൻ കണ്ണടച്ച് കിടക്കണായിരുന്നു. കണ്ണടച്ചല്ല, കാണുന്നുണ്ടായി. പക്ഷെ എന്നാലും പേടിയുണ്ടായി എനിക്ക്. നല്ലോണം പേടിച്ചായിരുന്നു. ഇത് പോലീസ് ആയോണ്ട് ഇത് എല്ലാരും ആദ്യമായിട്ട് ഒരാഴ്ച ഏറ്റവും അറ്റത്തിരിക്കണം. എന്നാലും അത് എക്സ്പീരിയൻസ് ആവുള്ളൂ. ഇതിന് 120 രൂപയായിരുന്നു. ഇതും കുറെ നേരം ഉണ്ടായി. കുറെ നേരം കണ്ട എന്ത് ഹൈറ്റിലാ പോണേ കണ്ട. അത്ര ഹൈറ്റ് വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ 90 ഡിഗ്രിയിൽ നിൽക്കണ പോലെ തോന്നണം. അത് കുറച്ച് സീനാണ് ഈ ട്രെയിൻ. കണ്ട 90 ഡിഗ്രി. പിന്നെ പിന്നെ വാപ്പി ഒറ്റക്ക് ഞങ്ങളൊന്നും കേൾക്കാണ്ട വാട്ടർഫോൾ പിന്നെയും കാണാൻ പോയി. നമ്മളൊന്നും കൂട്ടിയില്ല. പിന്നെയും കാണാൻ പോയിട്ട് അവിടെ എൻജോയ് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു നയാഗ്ര വാട്ടർഫോളിൽ. പിന്നെ ഇതൊക്കെ എല്ലാവരും കണ്ട് എന്തായാലും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.